ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൗകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസാവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9-ഓടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1234 1144 9851 289 445 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പരുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977 985 131 6807 +977 970 910 7500 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്. ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൻ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാറിലുടനീളം പ്രളയഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു.
നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 944-711-1844 974-713147. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തു പകരുന്നതായും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world-class digital infrastructure are creating new opportunities across virtually every sector of the economy. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, മികച്ച ഭരണനിർവഹണത്തിനായി ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതായി ശ്രീ ജയന്ത് സിംഗ് അറിയിച്ചു. രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സ്രഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും.
കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.